ഇന്ന് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. തൊഴാൻ വന്നതിലുപരി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ആമി മോളുടെ തുലാഭാര ചടങ്ങ് ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ചേട്ടനും ചേച്ചിയും കൂടി ആമിയും കൊണ്ട് തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ അവിടെ സൈഡിൽ തുലാഭാരത്തിനുള്ള രസീതും പിടിച്ച് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ തുലാഭാരം നടത്തുക എന്നുള്ള നേർച്ച അവളെ വയറ്റിൽ 5 മാസം പ്രായമായിരുന്ന സമയത്ത് ഞാൻ നേർന്നൊരു നേർച്ചയായിരുന്നു. ഞാൻ പൊതുവെ കൊട്ടാരക്കര ഗണപതിയുടെ വലിയൊരു ഫാനാണ്. ബാഹുബലി പോലെ ആമിക്കുട്ടനെ തുലാഭാരം ചെയ്യേണ്ട കൊലയായിട്ട് ഒരാൾ എത്തുന്നുണ്ട്. അവൾ ശരിക്കും എന്തോ കണ്ട് സ്റ്റക്കായി അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും ആമിമോളുടെ 4ാമത്തെ തുലാഭാരമാണ് കേട്ടോ. അങ്ങനെ ദേ ആമിമോളെ തീർത്ഥവും ചന്ദനവും ഒക്കെ തൊടിയിച്ച് തുലാഭാര തട്ടിലേക്ക് ഇരുത്തുകയാണേ. ആദ്യം ആളൊന്ന് വണ്ടറടിച്ചിരുന്നെങ്കിലും പിന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള 3 തുലാഭാരത്തിലും ആമിമോളുടെ തുലാഭാര തട്ടിൽ കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഇരിക്കുകയാണ്. ആളിപ്പോൾ തന്നെ സപ്പോർട്ടില്ലാതിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആദ്യം വിളിക്കുക ഇവിടുത്തെ ആളെ തന്നെയാണ്. അതുകൊണ്ടാവാം ആമിമോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ ചെറിയൊരു ഇഷ്യൂസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം നേർന്നതാണ് ഈ തുലാഭാരം. എന്തായാലും കൊട്ടാരക്കര വന്ന സ്ഥിതിക്ക് നമ്മൾ പ്രസിദ്ധമായ ഉണ്ണിയപ്പം കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച ശേഷം ഞങ്ങളിതേ കുളത്തിൽ കാല് നനയ്ക്കാൻ വേണ്ടി പോവുകയാണേ. മഴ നനഞ്ഞ് കിടക്കുന്നുണ്ട്. പടികളിൽ ചെറുതായിട്ടൊരു വഴുക്കലൊക്കെ ഉണ്ട്. വെള്ളത്തിൽ കളിക്കാൻ പണ്ടേ ഇഷ്ടമായതുകൊണ്ട് കിട്ടിയ സമയം എന്തായാലും പാഴാക്കാതെ വെള്ളത്തിൽ കാലിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും കുളത്തിൽ കാലിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ മാത്രം മാറിയിരുന്നു. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ അമ്മ തന്നെ. അമ്മയ്ക്ക് പണ്ടേ വെള്ളമൊക്കെ പേടിയാണ്. അതുകൊണ്ട് അമ്മ കുളത്തിൽ വന്നതുമില്ല, വാവയൊട്ട് തന്നതുമില്ല. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആമിക്കുട്ടന് ചെറിയൊരു ടോയൊക്കെ വാങ്ങി അവളെ ഒന്ന് ഹാപ്പിയാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ആദ്യം തന്നെ ആമിക്കുട്ടൻ്റെ ഫ്യൂല് ഫില്ല് ചെയ്ത ശേഷമാണ് കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചത്. അങ്ങനെ അമ്മമാർ രണ്ടുപേരും കൂടി അവളുടെ ഫുഡൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു.